പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. ഈ നിമിഷത്തിൽ പിതാവായ ദൈവം സ്വർഗം തുറന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ വചന വിരുന്നിനെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയെക്കുറിച്ച് ധ്യാനിക്കുവാൻ കിട്ടിയ നല്ല സമയങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയെക്കുറിച്ചുള്ള വിശ്വാസവും ബോധ്യങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല മക്കൾക്കും ഉണ്ടാകാൻ തക്കവണ്ണം അമ്മ ഈശോയും കൂട്ടി ഈ നിമിഷം ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിക്കുന്നു. എലീശ പുണ്യതി പ്രകീർത്തിച്ചതുപോലെ ലൂക്കായുടെ സുവിശേഷം 1:45 എലീശ പുണ്യതി പറഞ്ഞത് ഇതാണ്: കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വചനം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഈ വചനത്തിന്റെ. അമ്മ അടുത്ത് ചെന്നപ്പോൾ എലീശ പുണ്യതി അമ്മയെക്കുറിച്ച് മഹത്വപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളാണിത്. അമ്മ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചു. കർത്താവ് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചു. അത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഈ നിമിഷങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഈശോയുടെ ആ വചനം നമ്മുടെ ഹൃദയത്തിലെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും അതനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുമെന്നും നമുക്ക് ഹൃദയത്തിൽ വിശ്വസിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുവാനായിട്ട് കടന്നു വന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടായ ഈശോയ്ക്ക് വന്നു പിറക്കുവാൻ പാവമില്ലാത്ത ഒരവസ്ഥ വേണം. ഈശോയുടെ അമ്മയായി മാറ്റുവാൻ ദൈവിക കൃപ കൊണ്ട് മാതാവിനെ നിറച്ചു. അതിനുള്ള വരം കൊടുത്തു. നമുക്കറിയാം, പിതാവിന്റെ കരങ്ങളിലൂടെ നേരിട്ട് ഉരുവായതാണ് അവ്വ. എങ്കിൽ പോലും പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് അവൾ പരാജിതയായി. ഈ ലോകത്തിലേക്ക് ഒരു സ്ത്രീ വഴി പാപം കടന്നു വന്നു. അതുപോലെ തന്നെ ഈ ലോകത്തിലേക്ക് ഒരു സ്ത്രീ വഴി രക്ഷയും കടന്നു വന്നു. അവ്വ ഈ ലോകത്തിന്റെ മരണവൃക്ഷമായി മാറിയെങ്കിൽ അമ്മ ഈ ലോകത്തിലെ ജീവന്റെ വൃക്ഷമായി മാറി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:25 ഇങ്ങനെ പറയുന്നു: പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന്. പ്രിയമുള്ളവരെ, അതിനുശേഷവും അവൻ അവളെ അറിഞ്ഞില്ല എന്ന് നമ്മൾ കൂട്ടി വായിക്കണം, വിശ്വസിക്കണം. യെശയ്യായുടെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. പരിശുദ്ധ കന്യകയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ 18 വർഷം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു ഫോൺ ചെയ്തു, മേരി കന്യകയാണോ എന്നൊരു ചോദ്യം. അന്നു മുതൽ അമ്മയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും പഠിക്കുവാനും വിശ്വസിക്കുവാനും അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാനും എനിക്കിടയായി. ആ ഒരു ചോദ്യമാണ് അമ്മയെ കൂടുതൽ അറിയാൻ ഇടവരുത്തിയത്. എനിക്കന്ന് അറിയാവുന്ന രീതിയിലൊക്കെ ആ മകളോട് പറഞ്ഞു കൊടുത്തു. ഒരു സംഭവം മനസ്സിലേക്ക് വരികയാണ്. ദൈവ മനുഷ്യ സ്നേഹഗീതയിലെ അമ്മ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. യേശുവിന്റെ മരണശേഷം യോഹന്നാന്റെ കൈയും പിടിച്ച് ലാസറിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു ജീവിക്കാനായിട്ട്. അമ്മയും മോനും അവിടെ, അമ്മയും യോഹന്നാനും മകനെ പോലെ ജീവിക്കുന്നു. നമുക്കറിയാം, ഈശോയ്ക്ക് സകല കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കുവാനും അറിയുവാനും സാധിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നു. അമ്മയുടെ മരണം അമ്മ മുന്നിൽ കണ്ടു. അമ്മയുടെ മരണം മുന്നിൽ കണ്ട ആ ക്ഷണം തന്നെ അമ്മ യോഹന്നാനെ അടുത്ത് വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു: ഞാൻ യഹൂദ സ്ത്രീയല്ല. ഞാൻ സ്വയം ദേഹശുദ്ധി വരുത്തി. തൈലാഭിഷേകമൊന്നും എന്റെ ശരീരത്തിൽ പൂശരുത്. എന്റെ ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കളും മറ്റുമല്ലാതെ എന്നെ ആരും സ്പർശിച്ചിട്ടില്ല. ഇനി അതിന് ഇടവരുത്തരുത്. അമ്മ സ്വയം ദേഹശുദ്ധിയൊക്കെ വരുത്തി നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കിടക്കയിൽ വന്നിരുന്നിട്ട് യോഹന്നാനെ അടുത്ത് വിളിച്ച് പറഞ്ഞ കാര്യമാണിത്. ഇനി അതിന് ആരും ഇടവരുത്തരുതെന്ന്. നമുക്കറിയാം, ഞാൻ ആരാണെന്നുള്ള
വസ്തുത എനിക്ക് മാത്രവും ദൈവത്തിനും അറിയത്തുള്ളൂ. അതുപോലെ അമ്മ ആരാണെന്നുള്ളത് അമ്മയ്ക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. അമ്മ അത് ആ സത്യം വെളിപ്പെടുത്തുകയാണ് യോഹന്നാനിലൂടെ. അമ്മ കന്യകയാണ്, പരിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്, നിർമ്മലയാണ്. അമ്മയുടെ ആ ചാരിത്ര ശുദ്ധി ആ യോഹന്നാനോട് പറയുകയാണ്, മരണശേഷം പോലും തന്റെ പരിശുദ്ധമായ ശരീരത്തിൽ ഒരാൾക്കും സ്പർശിക്കുവാൻ അവസരം കൊടുക്കരുതെന്ന്. നമുക്കറിയാം, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു വചനം പറയുന്നു. അല്ലെങ്കിൽ ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയുക എന്ന്. ഫലം എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമ്മുടെ പൊന്നു തമ്പുരാൻ ഈശോനാഥന്റെ അമ്മ അതുപോലെ പരിശുദ്ധയാണ്, അതിനൊരു സംശയവും വേണ്ട. ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന് നമുക്ക് പറയാം, നന്മ നിറഞ്ഞവളെ നിനക്ക് സുസ്തി എന്ന്. വീണ്ടും അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അമ്മയുടെ വിനയവും എളിമയും നമ്മളൊരു ധ്യാനിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. വീണ്ടും പറയുന്നുണ്ട് ദൈവമനുഷ്യ സ്നേഹഗീതയില് ഇങ്ങനെ പറയുന്നത്, യഹൂദരുടെ ഇടയില് വലിയ വിശ്വാസത്തോടെ കാത്തിരുന്ന ഒരു കാര്യമാണ് രക്ഷകൻ വരുമെന്നുള്ള കാര്യം. അതിനായിട്ട് പ്രഭു കുടുംബങ്ങളും രാജകുമാരികളും എല്ലാം ഒരുങ്ങി കാത്തിരുന്നു പ്രാർത്ഥനാപൂർവം. തന്റെ കുടുംബത്തിൽ ഈശോ വരും, ഈശോ വരും എന്ന് കരുതി അവരെല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, ഈശോ വന്നു പിറക്കുന്ന വീട്ടില് എനിക്കൊരു വേലക്കാരിയായി നിൽക്കണം. ഈശോയെ കൈകളിലെടുക്കണം, ഉമ്മ വെക്കണം, താലോലിക്കണം, മറോട് ചേർക്കണം. ഈ ഒരു ആഗ്രഹം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു വേലക്കാരിയാകാൻ പോലും അമ്മയ്ക്ക് മടിയില്ലായിരുന്നു. അത്രമാത്രം എളിമയും വിനയം കൊണ്ട് അമ്മ നിറഞ്ഞിരുന്നു. ആ എളിമയും വിനയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുധാവനം ചെയ്യണം. നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർന്നു തരുവാൻ അമ്മയോട് പ്രാർത്ഥിക്കണം. വീണ്ടും നമ്മുടെ അമ്മയുടെ ആ സമർപ്പണ ജീവിതം നമുക്കൊന്ന് കാണാം. അമ്മ പൂർണ്ണമായി സമർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തിനൊരു രക്ഷകനെ കിട്ടുമായിരുന്നില്ല. അമ്മയുടെ സമർപ്പണത്തിലൂടെ നമുക്ക് ഈശോയെ ലഭിച്ചു. ലൂക്കായുടെ സുവിശേഷം 1:38 ഇങ്ങനെ പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. ആ ഒരു സമർപ്പണം ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു സമർപ്പണമാണ്. അമ്മ തന്നെ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോഴാണ് ദൈവം അമ്മയിൽ പ്രവർത്തിച്ചത്. ലോകരക്ഷകന്റെ അമ്മയായി ഉയർത്തിയത്, സഹരക്ഷകയായി മാറ്റിയത്, ദൈവത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ലോക ചരിത്രത്തിലെ രക്ഷാകര സംഭവത്തിൽ അമ്മ പങ്കാളിയായി മാറി. അമ്മ 2ാം സ്ഥാനം അലങ്കരിക്കുന്നു രക്ഷാകര പ്രവർത്തനത്തില്. അമ്മയുടെ ആ സമർപ്പണം ജീവിതകാലം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ മകൻ ദൈവമായിരുന്നിട്ട് പോലും ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കുന്നു. അമ്മ സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു സമർപ്പണം ജീവിതത്തെ മുഴുവൻ പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് താഴ്മയോടെ വിനയത്തോടെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തപ്പോഴേ അമ്മയെ പൂർണ്ണമായി ഏറ്റെടുത്തു. പിതാവായ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. തന്റെ മകന് നല്ലൊരു അമ്മയെ വാർത്തെടുത്തു. ഈ നിമിഷങ്ങളിൽ ആ രക്ഷാകര സംഭവത്തിന് തുടക്കം കുറിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ അമ്മ ആമീൻ പറയുന്നു. അങ്ങനെ രക്ഷാകര സംഭവം അമ്മയുടെ പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അമ്മയെപ്പോലെ ഒന്ന് സമർപ്പിക്കാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണം പൂർണ്ണമായിരിക്കണം. ദൈവമേ, ഈ രാത്രിയിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും വിട്ടുതരുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിന്റെ ദാസി. അമ്മയെ സമർപ്പണ ജീവിതത്തിലേക്ക് തന്നെ സമർപ്പിച്ചു സഹരക്ഷകയായി മാറി, യേശുവിന്റെ അമ്മയായി മാറി. അതിനുശേഷം നാം കാണുന്നുണ്ട് ഒരു ശുശ്രൂഷ ജീവിതം. ലൂക്കായുടെ സുവിശേഷത്തിൽ 1:36 ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വന്ധ്യയായിരുന്നു. അവൾ 6ാം മാസമാണ്. വാർദ്ധക്യത്തിൽ അവൾ ഒരു പുത്രനെ പ്രസവിക്കും. ഇത് കേട്ട മാത്രയിൽ അമ്മയുടെ ജീവിതത്തില് ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. അമ്മ ഒരു തിടുക്കം കാട്ടി. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ 1:39 പറയുന്നു, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലുള്ള മലമ്പ്രദേശത്തിലൂടെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും കൂടെ അതാണ്. അമ്മ എലീശ പുണ്യവതിയെ കാണുവാൻ പോകുന്നു. 6ാം മാസമാണെന്ന് പറയുന്നു. അമ്മ അവിടെ 3 മാസം നിന്നെന്നും പറയുന്നു. 6 3 9. 9ാം മാസം
ഒരു ഗർഭിണിയായ മകള് പ്രസവിക്കും. അമ്മ പ്രസവ ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ഈശോയ്ക്കും ഈ മനോഭാവമായിരുന്നു ഈ ഭൂമിയിൽ. ഈശോ പറയുന്നു, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ് കടന്നു വന്നത്. അമ്മയ്ക്കും അതേ മനോഭാവമായിരുന്നു. അമ്മയിലുള്ള നന്മ പകർന്നു കൊടുക്കുവാൻ അമ്മ ഓടി. അതുപോലെ ആ സന്തോഷത്തിന്റെ സൽവാർത്ത കേട്ടപ്പോഴേ ആ എലീശ പുണ്യവിൽ നിറഞ്ഞു നിന്ന നന്മ കാണുവാനുള്ള ഒരാഗ്രഹം അമ്മയ്ക്കുണ്ടായി. നന്മ കാണുവാനും നന്മ പകർന്നു കൊടുക്കുവാനും നല്ലൊരു മനസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നമ്മുടെ അമ്മ. നമ്മളും അതുപോലൊരു ശുശ്രൂഷാ ജീവിതത്തിനായിട്ട് ഒരുങ്ങണം. നമ്മളെ തന്നെ സമർപ്പിക്കണം. മറ്റുള്ളവരുടെ സഹായം ചെയ്യാൻ ഓടിയെത്തണം. ഈ ലോകത്തില് ഒരാളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരാൾക്കൊരാളുടെ സഹായം കൂടിയേ തീരുകയുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ആദ്യമേ നിങ്ങൾ അത് ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നത്. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് പറയുന്നു. നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിലെ അമ്മ പ്രേക്ഷിതയായി, ശുശ്രൂഷയുടെ പ്രേക്ഷിതയായി, സ്നേഹത്തിന്റെ പ്രേക്ഷിതയായി നമ്മുടെ ഒത്തുണ്ട്. എവിടെ പോയാലും അമ്മ നമ്മുടെ കൂടെ വരും. ഈ നിമിഷം അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, എന്റെ കൂടെ, നമ്മുടെ കൂടെ. കാരണം ദൈവജനം പ്രഘോഷിക്കുന്നിടത്ത് അമ്മയില്ലാതെ പ്രഘോഷിക്കാൻ സാധ്യമല്ല. അമ്മയുടെ ശുശ്രൂഷാ ജീവിതം വളരെ വലുതാണ്. ഇതുപോലെ തന്നെ ഇന്നും അമ്മ ഓടിയെത്തുന്നുണ്ട്. ഓരോ മക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനുമായിട്ട് അമ്മയെ വിളിക്കണം. നമ്മൾ ഓരോരുത്തരും വിളിക്കണം. നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, വേദനകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് നമ്മൾ വിളിക്കണം. നമുക്കറിയാം, അമ്മയുടെ സഹന ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അമ്മയുടെ സഹനം ഈ ലോകത്തിൽ ഒരമ്മയും അനുഭവിച്ചിട്ടില്ല. അതുപോലെ സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും അതിന്റെ പരമോന്നതയിൽ കാണിക്കുന്ന ഒന്നായിരുന്നു രക്ഷാകര സംഭവം, മംഗളവാർത്ത. എന്നാൽ രക്ഷകന്റെ മംഗളവാർത്ത കേട്ട ആ നിമിഷം അമ്മ അസ്വസ്ഥയായെന്ന് പറയുന്നു. കാരണം മറ്റൊന്നുമല്ല, അമ്മയുടെ ജീവിതമാകുന്ന തോണിയിലേക്ക്, ആ ജീവിതയാത്രയിലേക്ക് കാറും കോളും അലയടിച്ചുയരുന്ന തിരമാലകളും വന്നടയ്ക്കുന്ന ഒരു ശബ്ദം അമ്മ മനസ്സിൽ കേട്ടു. അമ്മയ്ക്കെല്ലാം കാണാൻ സാധിച്ചു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം തന്നെ അമ്മയുടെ മനസ്സിലേക്ക് എല്ലാം കാണാൻ സാധിച്ചു, കാൽവരി വരെ. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് അസ്വസ്ഥമായത്. എങ്കിലും ആ പാവം മേരി ധൈര്യം കൈവിട്ടില്ല. തമ്പുരാന്റെ ഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കുവാൻ സഹരക്ഷകയായി മാറിയതിന്റെ പേരിൽ അമ്മ അനുഭവിക്കേണ്ടി വന്ന ദുഃഖദുരിതങ്ങൾ ചില്ലറയല്ല. ഗർഭധാരണം തന്നെ വേദനകളിൽ നിന്ന് വേദനകളിലേക്ക് നയിക്കുന്നതായിരുന്നു. കന്യക ഗർഭം ധരിക്കുമ്പോഴുണ്ടാവുന്ന, ലോകം നോക്കി പരിഹസിക്കുന്ന ആ പരിഹാസം അമ്മയ്ക്ക് ഒത്തിരി വേദന കൊടുത്തു. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ സംശയിക്കുന്നത് മറ്റൊരു വേദനയ്ക്ക് കാരണമായി. മാസം നിറഞ്ഞ് 10 തികഞ്ഞിരിക്കുന്ന സമയത്ത് കഴുതപ്പുറത്ത് കന്യയാത്ര ചെയ്യുന്നു. ലൂക്കാസ് സുവിശേഷകൻ ഇങ്ങനെയാണ് പറയുന്നത്, 90 മൈൽ ദൂരമുണ്ടായിരുന്നെന്ന്. 90 മൈൽ ദൂരം ഒരു കഴുതപ്പുറത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ യാത്ര, നമുക്കത് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അമ്മ അത് സഹിച്ചു. വേദനകൾ എത്രമാത്രം അമ്മ ഏറ്റെടുത്തു. മാത്രമല്ല, ആ യാത്രയേക്കാൾ കൂടുതൽ വേദനാജനകമായിരുന്നു തന്റെ ഒരേ ഒരു മകൻ, ദൈവമായിരുന്ന മകനെ ഒന്ന് പ്രസവിച്ചിടാൻ സ്ഥലമില്ല. തന്റെ കടിഞ്ഞൂൽ പുത്രനെ ഒരു പുൽത്തൂട്ടിൽ പ്രസവിച്ചിട്ടപ്പോൾ അമ്മ അനുഭവിച്ച മാനസിക ക്ലേശം വളരെ വലുതായിരുന്നു. അമ്മയുടെ സഹനത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ സഹനങ്ങൾ എത്ര നിസ്സാരമാണ്. ആ വേദനകളെല്ലാം അമ്മ ഹൃദയത്തിൽ സംഹരിച്ചു. ഇതെല്ലാം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായ ഒരു കാര്യം അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. മകന്റെ തിരിച്ചോട്ടം. ദേവാലയത്തിൽ പോയ മകനെ കാണാനില്ല, മകനെ നഷ്ടപ്പെട്ടു പോയി. അമ്മ അനുഭവിച്ച മാനസിക വിഷമം വളരെ വലുതാണ്. അമ്മ ചോദിക്കുകയല്ല, അമ്മ പ്രതികരിച്ചു, നന്നായിട്ട് പ്രതികരിച്ചു, ശക്തമായി പ്രതികരിച്ച ഒരു സംഭവമാണത്. അമ്മ ചോദിക്കുകയാണ്, മകനെ, നീ ഞങ്ങളോട് എന്തിനിത് ചെയ്തു? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അമ്മയുടെ വേദന ആ വാക്കുകളിലുണ്ട്.
മകൻ നഷ്ടപ്പെടുമ്പോഴുള്ളാവുന്ന ഒരു അമ്മയുടെ ദുഃഖം ആ മകൻ അതിലും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്, നാം കാണുന്നുണ്ട്. എന്റെ പിതാവിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാകണ്ടേ? ഈ ഒരു മറുചോദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ മനസ്സിൽ മകൻ വളർന്നു വലുതാകുന്നത് കണ്ടു. തന്നെക്കാൾ എത്രയോ ഉയരങ്ങളിലാണ് തന്റെ മകനെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ അകലുമ്പോൾ മക്കൾ കൈവിട്ടുപോകും. അവിടെ അതാണ് സംഭവിച്ചത്. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. കുടുംബജീവൻ നയിക്കുമ്പോൾ അപ്പനും അമ്മയും ഏത് രീതിയിലാണ് ജീവിക്കുന്നത് അത് കണ്ടാണ് മക്കൾ വളരുന്നത്. മക്കൾ നഷ്ടപ്പെട്ടു പോകും. എന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ പറയാൻ പോവുകയാണ്. ആ മകനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ മകൻ ഇവിടെ നിൽപ്പുണ്ട് താനും. മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 12ാം വയസ്സ്, ഈശോയെ നഷ്ടപ്പെട്ടു പോയ പ്രായം. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ പ്രകൃതി മൈതാനം എന്ന സ്ഥലത്ത് എല്ലാ സ്റ്റേറ്റിന്റെയും, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിന്റെയും എക്സിബിഷൻ നടക്കും. ഞങ്ങൾ അത് കാണാൻ കുടുംബസമേതം പോയി. സൂചി ഇട്ടാൽ താഴത്തില്ല എന്ന് പറയുന്ന പോലെ ക്രൗഡാണ്. ഒരു കാലെടുത്ത് വെക്കുന്ന വേറൊരാളുടെ കാലിന്റെ മുകളിലായിരിക്കും. അതുപോലെ തിരക്കാണ്. അതുപോലെ മനോഹരമാണ് അത് കാണാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടിട്ട് എല്ലാവരും കൂടെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ സ്റ്റേറ്റിനെ കുറിച്ചും വിശദീകരിച്ചു വരുമ്പോൾ മധ്യപ്രദേശിനെ കുറിച്ച് കുറച്ചും കൂടെ നല്ല രീതിയിൽ പറഞ്ഞു വരുമ്പോൾ മോന് വീണ്ടും ഒരാഗ്രഹം, മധ്യപ്രദേശ് ഒന്നും കൂടെ കാണണമെന്ന്. അവൻ ഞങ്ങളുടെ കൈവിടുകയും തിരിച്ചു പോവുകയും ചെയ്തു. അവൻ പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും പോയി. പക്ഷെ എന്നാ പോയത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളെല്ലാവരും ആ ഒരു സൈഡിലേക്ക് പതുക്കെ മാറി നിന്നു. പക്ഷെ കൈവിട്ട് അവൻ മടങ്ങിപ്പോയെങ്കിലും അവൻ വളരെ വേഗം തിരിച്ചു വന്ന് പോയില്ല. കാരണം ഞങ്ങൾ പോയെങ്കിലോ എന്ന് ഓർത്താവും. ഞങ്ങളെ അന്വേഷിച്ച് തന്നെ ഞങ്ങളുടെ പുറകെ വന്നു. പക്ഷെ ഞങ്ങളത് കണ്ടില്ല. ഞങ്ങൾ മാറി നിൽക്കുക. ഞങ്ങൾ ഓർത്ത് കൊച്ചു പോയിട്ട് വരട്ടെ എന്ന്. ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളെ നോക്കി കൊച്ച് റോഡിലേക്ക് ഇറങ്ങി. 4 ലൈനുള്ള മെയിൻ റോഡാണ്. പുറത്തിറങ്ങുമ്പോൾ അവിടെ ഇറങ്ങിയാൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു തന്നെ. കുറെ കഴിഞ്ഞപ്പോഴേ കൊച്ചിനെ വരുന്നില്ല, കാണുന്നില്ല. കരച്ചിലായി, ഭയങ്കര വിഷമമായി. അനൗൺസ്മെന്റ് ചെയ്തു. ആ പ്രകൃതി മൈതാനം മുഴുവൻ ഞങ്ങൾ കരഞ്ഞു വിളിച്ച് ഓടി നടന്നു. ഒരു രക്ഷയില്ല. ഞങ്ങൾ വിചാരിച്ചു കൊച്ചു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, തീർത്തും കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇനി തിരിച്ചു കിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതി. അങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് മെയിൻ ഗേറ്റിന്റെ അടുത്ത് വന്ന് എൻട്രൻസിൽ പോലീസിനോട് ഞങ്ങൾ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വേദന ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്, മറക്കാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞു മരിച്ചു പോയാൽ എങ്ങനെ വേണം അതുപോലുള്ള വേദന അനുഭവിച്ചു ഞങ്ങൾ അങ്ങനെ കരഞ്ഞു നിലവിളിച്ച് അങ്ങനെ ആ പോലീസുകാരനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു പ്രായമേറെ ഒരു സ്ത്രീ, ഭിക്ഷക്കാരിന്ന് തോന്നും, ആ സ്ത്രീ ഈ ഞാൻ കരയുന്നതും പറയുന്നതും കേട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം എന്നോട് ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങളുടെ കുഞ്ഞെന്ന്? പ്രൈസ് ദി ലോർഡ്. ആ 4 ലൈൻ വീതിയുള്ള റോഡിലേക്ക് ഇറങ്ങി കുഞ്ഞു പോയി. അവനോട് ഷെയർ ചെയ്തപ്പം പറഞ്ഞു, ഡാഡി വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പോയതാണെന്ന്. ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ കിട്ടത്തില്ല, കുഞ്ഞിനെ ഞങ്ങളെയും കാണാൻ പറ്റത്തില്ല. ആ സ്ത്രീയുടെ കയ്യിൽ തന്നെ കുഞ്ഞിനെ കിട്ടിയാൽ സ്ത്രീക്ക് എന്ത് വേണേലും ചെയ്യാം. വേണേ വിൽക്കുകയോ അവയവങ്ങൾ എടുക്കുകയോ കണ്ണു പൊട്ടിച്ച് ഭിക്ഷക്കിരുത്തോ എന്ത് വേണേലും ചെയ്യാം. ആ സ്ത്രീയെ കണ്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും, ഒരു ഭിക്ഷക്കാരിയുടെ മട്ടില്. പക്ഷേ പരിശുദ്ധ അമ്മയായിരുന്നു എന്ന് എനിക്കത് വ്യക്തമായി അറിയാം. കാരണം ഒരു മകനെ നഷ്ടപ്പെട്ട വേദനയുമായി ഒരമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അന്ന്. പ്രൈസ് ദി ലോർഡ്. ആ അമ്മ തന്നെയാണ് കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ കുഞ്ഞന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ആ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ജീവിതകാലം മുഴുവൻ ഞാൻ സ്മരിക്കും. അമ്മയ്ക്ക് 100 നന്ദി പറയും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളും നമ്മുടെ മക്കളും ഈശോയ്ക്ക് നഷ്ടമാകുവാൻ അമ്മ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഹരിച്ചെന്നാ പറയുന്നത്. ഈശോയുടെ ഓരോ പ്രവൃത്തികളും, ഈശോയുടെ ഓരോ പ്രാർത്ഥനയും ശുശ്രൂഷയും. എന്നിട്ട് ആ ദേവാലയത്തിൽ നിന്നും ഔസേപ്പിതാവിനോടൊത്ത് അനുസരണയുള്ള മകനെ പോലെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് അധികം താമസിയാതെ മാതാവ് വിധവയാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഔസേപ്പിതാവിനെ കുറിച്ച് പിന്നൊന്നും പറയുന്നില്ല. വിധവയ അമ്മ ഈ ബാലനായ മകനെയും കൊണ്ട് കുടുംബജീവിതം നയിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആശാരിപ്പണി ചെയ്ത് ഈ ബാലനായ യേശു അമ്മയെ പോറ്റുന്നു, കുടുംബം വളർത്തുന്നു. വളരെയേറെ കഷ്ടപ്പാടിലൂടെ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ സുവിശേഷകരൊന്നും അത് വിവരിക്കുന്നില്ല. നമുക്ക് ഊഹിക്കാൻ വിട്ടുതരികയാണ്. എന്ത് തന്നെയായാലും അമ്മയ്ക്ക് മകന്റെ സുരക്ഷിതത്വം മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അതിനുവേണ്ടി സകലതും ബലിയർപ്പിക്കുവാൻ അമ്മ തയ്യാറായി. അമ്മ വീട്ടിലേക്ക് വന്നിട്ട് 30 വർഷക്കാലം ഈശോയും അമ്മയും കൂടെ പ്രാർത്ഥനാപൂർവ്വം ജീവിച്ചു.
ജീവിക്കുമായിരുന്നില്ല. അതവിടെ പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. ഈശോയുടെ പരസ്യ ജീവിതത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരമ്മയും മകനുമായിരുന്നു അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം യേശുവിടെ പരസ്യ ജീവിതം തുടങ്ങിയപ്പോൾ അമ്മ ഈശോയെ ഒരു നിഴൽ പോലെ അനുഗമിക്കുന്നത് നാം കാണുന്നുണ്ട്. തന്റെ ശിഷ്യന്മാരെല്ലാം യേശു തെറ്റുകാരനാണെന്ന് കേട്ടപ്പോൾ ഓടി അകലുന്ന ഒരു സന്ദർഭം. ആ സമയത്ത് അമ്മ ഓടിയെത്തുകയാണ് തന്റെ മകന്റെ അടുത്തേക്ക്. അമ്മ ഈ ലോകത്തില് വളരെയേറെ വേദന അനുഭവിച്ചു, ഒത്തിരി ദുഃഖദുരിതങ്ങൾ അനുഭവിച്ചു. അതൊന്നും ഒരു പരാജയമായി അമ്മ എടുത്തിട്ടില്ല, അതൊരു ജീവിത വിജയമായി അമ്മ കണ്ടു. അമ്മ ഈശോ ജനിച്ചു വീണത് അമ്മയുടെ മടിയിലാണ്, മരിച്ചു വീണതും അമ്മയുടെ മടിയിലാണ്. അമ്മയെ മാറ്റി വിറിച്ച് ഈശോയെ കണ്ടെത്തിയാൽ ആർക്കും കണ്ടെത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു അന്വേഷണത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. അമ്മയോടൊത്ത് ഈശോയെ അന്വേഷിക്കുമ്പോൾ വളരെയേറെ വേഗം കണ്ടെത്തുവാനും സാധിക്കും. നമുക്കറിയാം ഈശോ സ്വന്തം ശരീരത്തിലേറ്റ വേദനകൾ എത്രമാത്രമാണെന്ന്. യേശു ശരീരത്തിലേറ്റ വേദനകളെല്ലാം അമ്മ ഹൃദയത്തിലേറ്റുവാങ്ങി. അതുപോലെ ഗാഗുൽത്ത യാത്രയില് യേശു ഭാരമുള്ള കുരിശും വഹിച്ചു കൊണ്ടുപോയപ്പോൾ ആ മകനെ അമ്മ ഹൃദയത്തിൽ വഹിക്കുകയായിരുന്നു. ഇതെല്ലാം അമ്മ സന്തോഷത്തോടെ ദൈവപിതാവിന്റെ കരങ്ങളിൽ നേറ്റുവാങ്ങി. കാൽവരി വരെയുള്ള അമ്മയുടെ യാത്ര, മകന്റെ വേദനകള്, യാതനകള്, ദുഃഖദുരിതങ്ങള്, പീഡനങ്ങള്, അതെല്ലാം കൺമുമ്പിൽ കണ്ട ഒരമ്മയുടെ മാനസികാവസ്ഥ നമുക്കൊന്ന് ധ്യാനിക്കാം. എങ്കിലും അമ്മ ഒരു പരിഭവവും പരാതിയും പറഞ്ഞില്ല. മകനോടൊത്ത് ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തിന്റെ തിന്മയെ ജയിച്ച് വിജയം വരിക്കുവാനായിട്ട് അമ്മ സകലതും പിതാവിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു, പിതാവിനെ മഹത്വപ്പെടുത്തി. ഈ നിമിഷങ്ങളിൽ നമ്മൾ ഓർക്കണം, സഹനം ഇല്ലാത്തൊരു ജീവിതമില്ല. സഹനമുണ്ടെങ്കിലേ ഈശോ കൂടെയുള്ളൂ. സഹനം ഒന്നും നഷ്ടമല്ല, നേട്ടമാണ്. ആ സഹനങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കണം. അതിലൂടെ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം. സഹനങ്ങളൊന്നും പിറുപിറുപ്പ് കൂടാതെ സ്വീകരിക്കണം. ഒത്തിരി സഹനങ്ങൾ നമുക്കുണ്ട്, പക്ഷെ നമുക്ക് പരാതിയും പരിഭവവുമാണ്. അങ്ങനെ ഒരു സഹനം ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈശോ സഹനം തരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. സഹനം നമ്മുടെ നിത്യതയിലേക്കുള്ള ഒരു പടിയാണെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് അമ്മയുടെ ഈ മാതൃക ഒരു ഉജ്ജ്വല പ്രകടനം തന്നെയാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ അമ്മയെ കാണുന്നത് എവിടെയാണെന്നറിയാമോ? ദേവാലയത്തിൽ കണ്ടുമുട്ടി അമ്മയും മകനെയും കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. അവിടെ അമ്മയിലൂടെയാണ് ഏറ്റവും ആദ്യത്തെ അത്ഭുതം യേശു പ്രവർത്തിക്കുന്നത്. അവിടെ അമ്മയും മകനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴം നമ്മൾ കാണുന്നുണ്ട്. അമ്മ അവൾ വീട്ടിലെ കുറവുകളാണ് കണ്ടത്. അവർക്ക് വീഞ്ഞില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സമയമാകാഞ്ഞിട്ടും വീഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ അടങ്ങിയിരുന്നില്ല. അമ്മ പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്ന പോലെ കേൾക്കുക. കാരണം തന്റെ മകൻ ആരാണെന്നുള്ള ബോധ്യം നന്നായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്നു. മോൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അമ്മ പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യുക. അവൻ പറഞ്ഞതുപോലെ അവിടെ ചെയ്തപ്പോഴേ വളരെ വലിയ നന്മകൾ അവിടെ ഉണ്ടായി. പുതിയ തരം വീഞ്ഞുകൾ അവിടെ നുരഞ്ഞു പൊങ്ങി. നമ്മുടെ ജീവിതത്തിലും അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴേ അനുഗ്രഹങ്ങള് കരകവിഞ്ഞൊഴുകും. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അവൻ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. അത് മാറ്റിവെച്ച് ജീവിച്ചാൽ ജീവിത പരാജയമേ ഉണ്ടാകുകയുള്ളൂ. ഈ നിമിഷങ്ങളില് നമ്മളെ തന്നെയും ആ കാനായിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കിയ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക്, അതുപോലെ അമ്മ ഇടപെട്ട ആ കുടുംബജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ വെച്ചു കൊടുക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ കുറവുകള്, വേദനകള്, പ്രയാസങ്ങള്, പ്രശ്നങ്ങളെല്ലാം അമ്മ വഴി ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ ഒരു അമ്മയുടെ ഒരു നോട്ടത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കിക്കൊണ്ട് ഈശോ അത് നമുക്കായി നടത്തിത്തരും. അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബജീവിതം വെച്ചു കൊടുക്കണം. അമ്മ അത് വളരെ മനോഹരമായി സംവിധാനം ചെയ്തു തരും. ഒരു കുറവും ഉണ്ടാകുകയില്ല. അമ്മ സംവിധാനം ചെയ്തു തരുന്ന കുടുംബജീവിതത്തിൽ ദൈവം സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. ഈ ലോകം വിരസമായി തീരും. വീണ്ടും നമുക്ക് അമ്മയുടെ സ്വർഗാരോഹണത്തിലേക്കൊന്ന് പോകാം. അന്ത്യസമ്മാനമായിട്ട് തരുന്നുണ്ട് അമ്മയെ നമുക്ക് കാൽവരിയില്. അടയാളങ്ങളുടെ ആരംഭം കുറിച്ച കാനായിൽ അരികിൽ നിന്ന് അമ്മ സമാപന രംഗമായ കാൽവരിയിലും അരികിലുണ്ട്. പുതുവീഞ്ഞ് വിളമ്പിയ അതേ സമൃദ്ധിയിൽ തന്നെ പുതിയ ഉടമ്പടിയുടെ രക്തവും വിളമ്പുന്നത് നാം കാണുന്നുണ്ട്. തന്റെ രക്ഷാകര ബലി പൂർത്തിയാകുന്ന സമയത്ത്
തന്റേതെന്ന് മാത്രമെന്ന് കരുതിയിരുന്ന തന്റെ അമ്മയെ താൻ ഏറെ സ്നേഹിക്കുന്ന യോഹന്നാന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടാണ് സ്നേഹബലി പൂർത്തിയാക്കിയത്. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. ആ മകൻ സ്വന്തം ഭവനത്തിലേക്ക് അമ്മയെ സ്വീകരിച്ചു എന്നാ പറയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ പുസ്തകത്തിൽ 17:27. പ്രിയമുള്ളവരെ, ഞാൻ മാതാവിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുമെന്ന് എന്റെ ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. വീട്ടിൽ നിന്നും പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എനിക്കൊരു വചനം കിട്ടിയത്, ഇതാണ് നിന്റെ അമ്മ. അതോടെ എനിക്ക് സന്തോഷമായി. എന്റെ അമ്മ, എന്റെ ഈശോ എന്റെ കൂടെ വരുന്നുണ്ടല്ലോ. വ്യക്തമായ വചനങ്ങളിലൂടെ സംസാരിക്കുന്ന ഈശോ എനിക്ക് എപ്പോഴുമുണ്ട്. അതെനിക്ക് എന്നും ആശ്വാസമാണ്. ഈ നിമിഷങ്ങളില് സ്വന്തം ഭവനത്തിലേക്ക് യോഹന്നാൻ അമ്മയെ സ്വീകരിച്ച പോലെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രാർത്ഥനയിലേക്ക്, നമ്മുടെ വേദനയിലേക്ക് അമ്മയെ നമ്മൾ ക്ഷണിക്കണം, വിളിക്കണം, നമ്മളെ മുഴുവനായും ഫലമേൽപ്പിച്ചു കൊടുക്കണം. വീണ്ടും നാം കാണുന്നുണ്ട് അമ്മയുടെ സ്വർഗാരോഹണം. അമ്മയുടെ സ്വർഗാരോഹണം നമുക്കറിയാം, ഒരു സ്നേഹനിദ്രയാണത്. ഈ നിമിഷങ്ങളില് വിശുദ്ധ യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവ മനുഷ്യ സ്നേഹഗീതയില് അമ്മ എല്ലാ കാര്യങ്ങളും യോഹന്നാനെ ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കരഞ്ഞു കലങ്ങി അമ്മ പറഞ്ഞല്ലോ, വിളിച്ച് ഏൽപ്പിച്ചിരുന്നല്ലോ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. അതിനുശേഷമുള്ള ബാക്കി കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. അമ്മ യോഹന്നാനോട് പറഞ്ഞതിന് ശേഷം സ്നേഹനിദ്ര പ്രാപിച്ചു. യോഹന്നാൻ അത് കണ്ടു. അമ്മയുടെ അടുത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി സങ്കീർത്തനങ്ങളും പാടി പ്രാർത്ഥിച്ച് യോഹന്നാൻ നോക്കി നിൽക്കുകയാണ്. അമ്മ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടും അത് കാണുവാനായിട്ട്. എന്നാൽ മൂന്നാം പക്കം ഉറക്കമിളച്ചിരുന്നിട്ടും അറിയാതെ ഒന്ന് മയങ്ങിപ്പോയ സമയത്ത് കിടക്കയിലേക്കൊന്ന് നോക്കിയപ്പോൾ ആ കിടക്ക ശൂന്യം. വീണ്ടും യോഹന്നാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ മേൽക്കൂര ശൂന്യം. മേൽക്കൂരയുടെ മുകളില് ദ്വാരം കണ്ടു. വേഗം വാതിലിലൂടെ പുറത്തിറങ്ങി മുകളിലേക്ക് നോക്കിയപ്പോൾ മാലാഖമാര് അമ്മയെ കൈകളിൽ വഹിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടുപോവുക മാത്രമല്ല, ആ പോകുന്ന പോക്കില് മാതാവിന് ജീവൻ വെൽക്കുന്നത് യോഹന്നാൻ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിക്കണമേന്ന്. ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇങ്ങനെ ചേർത്ത് വെക്കണം, അമ്മയുടെ മരണം പോലെ നമ്മുടെ മരണവും സ്വർഗത്തിൽ ഉണരാനുള്ള ഒരു ഉറക്കമായിരിക്കട്ടെ എന്ന്. നമ്മളെപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കണം. കാരണം അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ജീവിച്ചത്. ഈ ലോകത്തിലെ മാത്രം കണ്ണു നട്ടിരിക്കുന്നവർക്ക് അമ്മയുടെ സ്വർഗാരോഹണം അവരുടെ കണ്ണ് തുറപ്പിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ഓരോ പാപികളുടെയും ആഴമായ മാനസാന്തരത്തിന് ഇടവരുത്തും അമ്മയുടെ സ്വർഗാരോഹണം. അമ്മയുടെ സ്വർഗാരോഹണം ദൈവത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഒരു ആഹ്വാനമാണ്, മാനസാന്തരത്തിൽ ജീവിക്കുവാനുള്ള ഒരു വിളിയാണ്. അതുകൊണ്ട് അമ്മയുടെ സ്വർഗാരോഹണത്തെ ധ്യാനിക്കുമ്പോൾ നമുക്കും ഒരു നിത്യജീവനുണ്ടെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അമ്മയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധമാണ്. ഈശോ പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിലെ 41-ാം തിരുവചനത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുതെന്ന്. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തില്, ഈശോയിൽ ആശ്രയിച്ചുള്ള അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തിലാണ് അത് സംഭവിക്കുന്നത്. സ്വർഗം ആദ്യമായി തുറക്കപ്പെടുന്നത് അമ്മയുടെ സാന്നിധ്യത്തിലാണ്. പരിശുദ്ധാത്മാവ് വന്ന് പറയുന്നത്, പേടിച്ചു വിറച്ചിരുന്ന ശിഷ്യഗണത്തിലേക്ക് ആ അമ്മയുടെ അടുത്തേക്ക് അവരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിച്ച് ആ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് അവരിൽ വന്നു. പ്രിയമുള്ളവരെ, അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും ആത്മാവിൽ നിറയും. ആത്മാവിൽ പൂരിതയായ അമ്മ അവർക്ക് പ്രേക്ഷിതയായിരുന്നു ശിഷ്യഗണത്തിന്. നമ്മൾക്ക് നമ്മുടെ പ്രേക്ഷിത ജീവിതത്തിൽ അമ്മയെ മധ്യസ്ഥയായി ആത്മാവിൽ പൂരിതയായ അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനെല്ലാത്തിനും ഇടവരുത്തുന്ന ഒരു കാര്യമുണ്ട്, ജപമാല. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ജപമാലയെ ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം പാപികളും ബലഹീനമായ നമുക്ക് പ്രാർത്ഥനയായ ജപമാല തന്നത് അമ്മയാണ്. ജപമാല സ്വർഗത്തിലേക്കുള്ള ഒരു ഏണിപ്പടിയാണ്. യേശോയുമായിട്ട് ബന്ധിക്കുന്ന ഒരു പൂക്കൾക്കൊടിയാണ്. മറിയത്തിലൂടെ പ്രാർത്ഥിക്കുന്നവരെ നിത്യനരകത്തിൽ പോകാൻ അമ്മ ഒരിക്കലും അനുവദിക്കത്തില്ല. അമ്മ ആഴമായ മാനസാന്തരം അവർക്ക് കൊടുക്കും. അവർക്ക് ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും രക്ഷയിലേക്കും കടന്നു വരാൻ സാധിക്കും. ജപമാല പ്രാർത്ഥന ഒരു സ്തുതിപ്പും പ്രാർത്ഥനയും മാത്രമല്ല, പാപികളെ അനുതാപത്തിലേക്ക് നയിക്കുന്ന ഒരു ആയുധം കൂടിയാണ്.
ഈ ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്കൊരു ആയുധം മാത്രമല്ല, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാനുള്ളൊരു ബോധ്യം കിട്ടുന്നുണ്ട്. ജപമാല പ്രാർത്ഥന ചെല്ലുന്നവരിൽ അതിയായ ഒരു ഭക്തി ഉണ്ടാകുന്നുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു ദാഹം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ജപമാലയിലൂടെ ആഴമായ മാനസാന്തരം ലഭിക്കും. ഒരു 28-ാം തീയതിയിലെ വണക്കവാസം നമ്മൾ എല്ലാവരും വായിക്കുന്നവരാണ്. ഇന്ന് വണക്കവാസം കാലം കൂടി. 28-ാം തീയതിയിൽ ഒരു സംഭവം പറയുന്നുണ്ട് അതിനകത്ത്. അതിങ്ങനെയാണ്, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് കടന്നു പോകുന്ന ഒരു വനിത, ഹോളിവുഡ് വനിത, പാപത്തിൽ മാത്രം നിവസിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ. അവൾക്ക് ഒരു അനുതാപം ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം വിശദമായിട്ട് 28-ാമത്തിലെ വണക്കവാസ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവൾ പറയുകയാണ്, ജപമാല പഠിച്ചതിന് ശേഷം, ജപമാലയിലൂടെ മാനസാന്തരം കിട്ടി രക്ഷ പ്രാപിച്ചതിന് ശേഷം അവള് പറയുന്നുണ്ട്, ഒരു ഗ്രന്ഥം എഴുതി, ഞാൻ നാളെ കരയും എന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ സഭയായ കത്തോലിക്ക സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച ഏറ്റവും ചെറിയ ആയുധം ജപമാലയാണെന്ന്. പ്രിയമുള്ളവരെ, ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അമ്മയെയാണ് മുറുകെ പിടിക്കുന്നത്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ അനുദിനം ജപമാല ചൊല്ലി അമ്മയെ നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ കുടുംബജീവിതത്തില്, നമ്മുടെ വേദനകളിലെല്ലാം കൂട്ടിന് പിടിക്കാം. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ വാതിലായ അമ്മ, രക്ഷയുടെ കവാടമായ അമ്മ, നമുക്കറിയാം അമ്മയെ കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും ഒന്നോർക്കണം, നോഹ പെട്ടകം പണിതപ്പോൾ പരിഹസിച്ചവരെ പോലുള്ള വിഡ്ഢികളാണ് അവര്. അമ്മയാവുന്ന ആ ഹൃദയത്തിൽ അഭയം തേടണം, ആ പേടകത്തില്. അപ്പോൾ നിത്യനാശം സംഭവിക്കാതെ നിത്യരക്ഷം പ്രാപിക്കാൻ സാധിക്കും. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ അമ്മയ്ക്ക് സാധിക്കും. അമ്മ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമാണ്. അമ്മയുടെ മാധ്യസ്ഥയില് ഏറ്റവും വളരെ വേഗം ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയും. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രബോധകനായ അഖിലേശ്വരനായ നമ്മുടെ ഈശോയെ ദൈവിക ജ്ഞാനം പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മയാണ്. നമ്മളും നമ്മുടെ മക്കളും എല്ലാം ആ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടണം. ഈ നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷത്തില് 1:50 ഇങ്ങനെ പറയുന്നു, തന്റെ ഭക്തരുടെ തലമുറയോളം കരുണ വർഷിക്കുമെന്ന്. അമ്മയോടൊത്തു ചേർന്ന് നമുക്ക് പാടി പുകഴ്ത്താം. ഈ കരുണവർഷത്തില് അമ്മയോട് പറയാം നമുക്ക്, കരുണയുടെ മാതാവേ, ഈ കരുണയുടെ വർഷത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളില്, ഞങ്ങളുടെ പ്രവൃത്തികളില് അമ്മയുടെ നയനങ്ങൾ പതിയണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ആത്മാഭിഷേകത്തോടെ ചെയ്യുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. എലിസബത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ടും കാലിത്തൊഴുത്തിലെ സുവിശേഷം ലോകത്തിന് അറിയിച്ചുകൊണ്ടും കാനായിലെ പരസ്നേഹമായി മാറിക്കൊണ്ടും കാൽവരിയിലെ കഠിന ദുഃഖം ഹൃദയത്തിലേറ്റി വാങ്ങിക്കൊണ്ടും അമ്മ ഞങ്ങൾക്കായി കാണിച്ചു തന്ന ആ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലും പകർത്തുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരെയും സ്വർഗീയ പാതയിൽ ചരിക്കുവാൻ അമ്മ സഹായിക്കണമേ. അമ്മേ മാതാവേ, അമ്മ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ഇടവരണമേ. ഞങ്ങളുടെ ജീവിതം നിത്യതയിലേക്കുള്ള ഒരു യാത്രയാക്കി മാറ്റണമേ. ഈ ലോകത്തിലേക്ക് മാത്രം കണ്ണു നട്ടുകൊണ്ടിരിക്കാതെ ഈശോയിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള വലിയ ശക്തിക്ക് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യുയർത്തണമേ. ഈശോയുടെ തൃപാദത്തിലേക്ക് ഈ ശുശ്രൂഷയും ഈ ശുശ്രൂഷ നയിക്കുന്നവരെയും പൂർണ്ണമായി അമ്മ വഴി കാഴ്ചവെക്കുന്നു. ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഹൃദയം, എന്റെ മാതാവിന്റെ വിമല ഹൃദയം എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്റെ മാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയാണെന്ന്. ഈ ശുശ്രൂഷ കൂട്ടായ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്കായി കാഴ്ചവെക്കാം. ഈശോയെ നീ ഏറ്റെടുക്കണമേ, അഭിഷേകം ചെയ്യണേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറയെയും വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതേപോലെ എപ്പോഴും എപ്പോഴും. പ്രൈസ് ദി ലോർഡ്.